ഒന്ന് പോയി ഡ്രസ് മാറ്റിട്ടുണ്ടാ. ജപ്പാനിലോ പോന്നിട്ടില്ല, ഒരു ജാപ്പനീസ് ഹസ്ബൻഡ് പോന്ന ജാപ്പനീസ് ഹായ് പറയൂ. നമ്മള് 4:30 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. കുറച്ച് വെയിലൊക്കെ കിട്ടി, കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഭാര്യക്ക് ഡ്രസ്സപ്പ് ചെയ്യാൻ 1 മണിക്കൂർ വേണം. ഞാൻ 1 മണിക്കൂർ പോയിട്ട് 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. എന്റെ 5 മിനിറ്റിൽ എത്ര പൂജ ഉണ്ടെന്ന് പറഞ്ഞേ. ചെലപ്പോ ഞാൻ 15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് 1/2 മണിക്കൂർ. ഹലോ, ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ മിറായിനെ ഡ്രസ് ചെയ്യിപ്പിച്ചു. ഞാൻ ഡ്രസ് ചെയ്തു. നീ എന്താ ചെയ്ത? ഒരു കോട്ട് എടുത്തിട്ടല്ലേ. അത് ശരി, അതിന് വ്യത്യാസം. മിറായിനെ ഡ്രസ് ചെയ്യിപ്പിക്കാനുള്ള അപ്പൊ ചിലപ്പോ കുറച്ച് പൂജയൊക്കെ കൂടും. അപ്പൊ കുഴപ്പമില്ല, നമ്മള് സമാസമം അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാ, നമുക്ക് ജപ്പാനിലോ പോവാൻ പറ്റിയില്ല. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ജപ്പാനിൽ പോകണമെന്ന് തീരുമാനിക്കല ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു അല്ലേ മിരായ? ഇസ് ദാറ്റ് റൈറ്റ് മിരായ? മിറായക്ക് ഇംഗ്ലീഷിൽ ആകെ അറിയുന്ന വാക്കാണ് യാ യാ. അപ്പൊ നമ്മൾ എന്ത് ഇംഗ്ലീഷ് ചോദിച്ചാലും അവള് യാ യാ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ പറയും. യാ 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 യാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ ടിക്കറ്റും എടുത്ത് വിസ വരെ എടുത്തിട്ടുണ്ടായി കഴിഞ്ഞ വർഷം. പക്ഷെ അപ്പോഴാണ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മിറായ, കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മിറായ ഉണ്ടായത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. അതിനേക്കാളും മുന്നത്തെ വർഷം നമ്മുടെ കല്യാണമായിരുന്നു ഡിസംബറിൽ. അതിനേക്കാളും മുന്നത്തെ വർഷം നമ്മുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പൊ എല്ലാം ഡിസംബറിൽ നമുക്ക് ബാക്ക് ടു ബാക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്രാവശ്യം മിറായുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. ഈ പ്രാവശ്യം മിറായുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ നാട്ടിൽ ആഘോഷിക്കണം, പേരൻസിന്റെ കൂടെയും കസിൻസിന്റെ കൂടെ ഒക്കെ ആഘോഷിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല. അപ്പോ ജപ്പാനിലോ പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ അതിന് പകരമായിട്ട് ഒരു ജാപ്പനീസ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാപ്പി കാട്സു എന്ന് പറഞ്ഞിട്ടൊരു കടയിലേക്ക് പോവാം. പാപ്പി കാട്സു ടേസ്റ്റ് ഇല്ലെങ്കിൽ നല്ല പൈസ ഉണ്ട്. സൂര്യന്റെ ഓഫീസ് മേറ്റ്സിന്റെ കൂടെ പോയിട്ട് എത്ര പൈസ പൊടിച്ചത് അവിടെ? $1,300 5 പേർക്ക്. എത്രയാ അത്? നിയർലി ഒരു 60,000 രൂപ. അത്രയും പൈസ മുടക്കിയതാണ്. പക്ഷെ നമ്മൾക്ക് കുറച്ച് പക്ഷെ നീ അതൊക്കെ വിട്. നമ്മള് ശരിക്കും അവിടെ എന്തിനാ പോണേ? സൂര്യനെ ചോപ്സ്റ്റിക് ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ. പറയുന്ന കേട്ടൊന്നും ഇവൾക്ക് ഉപയോഗിക്കാൻ അറിയാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൾക്ക് ഉപയോഗിക്കാൻ അറിയാം. ഇപ്പൊ മൂക്കില്ല രാജ്യത്ത് ഞാനാണല്ലോ ഭേദം. അവക്ക് മിറായിക്ക് ഭേദം. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. സമയത്തിനല്ലെങ്കിലും നമ്മൾ എന്തായാലും എത്തി. മിറായിക്ക് ഒരു ചെറിയൊരു വാശി. മിറായുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതായിരിക്കും. വേണ്ട ജാക്കറ്റ് ഒന്നും വരണ്ട. ഇതാണ് പെർത്ത് സിറ്റി. വണ്ടി ടോ ചെയ്തുകൊണ്ട് പോവില്ലായിരിക്കും അല്ലേ? എന്തായാലും നമ്മൾ ഓൺ ടൈം അല്ലെങ്കിൽ നമ്മൾ ഏതാണ്ടൊക്കെ എത്തി. ഇതിന്റെ ഇടയിലാണ് നമുക്ക് പോകേണ്ട സ്ഥലം, ഇതിന്റെ അവിടെ. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളങ്ങനെ എത്തി. ഇതാണ് പാപ്പി കാട്സു. മീരു, എങ്ങനെയുണ്ട് പാപ്പി കാട്സു? അതൊക്കെ ബാറൊക്കെ ഇഷ്ടായ കുഞ്ഞു? നല്ല വൈബ. ഇതാണ് സ്ഥലം. നല്ല അടിപൊളി വൈബ. എന്താ കുഞ്ഞു? ഞാൻ അവിടെ ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. കുഞ്ഞിന് എനിക്ക് എന്താ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത? ലെഫ്റ്റ് സൈഡില്
എവിടെ നമുക്ക് താങ്ക് യു സ്പാർക്ലിംഗ് പ്ലീസ് താങ്ക് യു. അങ്ങനെ ഇരുന്നു. മിറായിക്ക് അവർ ഹൈ ചെയറും കൊടുത്തു. കുഞ്ഞു എങ്ങനെയുണ്ട് സ്ഥലം? കുഞ്ഞു ഇത് കണ്ടോ? എന്തായാലും നല്ല അടിപൊളി സ്ഥലം. ഇവിടുത്തെ മെനു ഞാൻ കാണിച്ചത്. ഇത് ആക്ച്വലി ഒരു ഷെയർ ടേബിൾ. അത് എനിക്ക് അറിഞ്ഞൂടെ ഷെയർ ടേബിളായിരുന്നു. അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന പോലെ തന്നെ സൈഡിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. ഇതാണ് ഇവരുടെ മെനു. കുഞ്ഞു നീ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ഇന്നത്തെ ചാലഞ്ചിന് എനിക്കറിയാലോ. നമുക്ക് ഒരു ചിക്കൻ കരാഗെ പറയാം. ചിക്കൻ കരാഗെ അല്ലേ നീ മസ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് പറയാം. കോളിഫ്ലവർ കരാഗെ നല്ലതായിരിക്കും. കോളിഫ്ലവർ കരാഗെ അത് പറയാം. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. അതെനിക്ക് പിന്നെ അറിയായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഓഫീസിലുള്ള എല്ലാവരുമായിട്ട് ഇവിടെ വന്നാണ് നമ്മൾ ഒരു ഫെയർവെൽ പാർട്ടി നടത്തിയത്. അപ്പോൾ ഇവിടെ അത്ര അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്മൂനെയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷെ അമ്മൂനെ കൂട്ടി കൊണ്ടെന്തൊക്കെ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ മിറായനെ കൊണ്ടതാണ് നമുക്ക് കിട്ടിയ പണി. ശരിക്കും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മിറായനെ നോക്കാൻ ഒരാളുണ്ടായേനെ. പക്ഷെ ഇതാണ് ഇപ്പം മിറായയുടെ അവസ്ഥ. മിറായ ഹൈ ചെയറിൽ സാധാരണ ഒക്കെ നമ്മളിപ്പോൾ മിറായനെ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുമ്പോൾ സാധാരണ മിറായ ഹൈ ചെയറിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നിപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവൾക്ക് ഹൈ ചെയറിലേ ഇരിക്കണ്ട. എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അമ്മൂനെ ഞാൻ ഓർഡർ ചെയ്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ പറയുന്നത് ഞാൻ വെറുതെ പൈസ വേസ്റ്റ് ആക്കാന്ന. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പൈസ വേസ്റ്റ് ആക്കാമോ? യെസ്, തീർച്ചയായിട്ടും. ഇത്രയും എക്സ്പെൻസീവ് സ്ഥലത്തുനിന്ന് എനിക്ക് ടെൻഷനാവും. അമ്മൂന് ഫുഡിൽ പൈസ ചിലവാക്കുന്നതിലോ എക്സ്പീരിയൻസിലോ പൈസ ചിലവാക്കുന്നതിലോ അമ്മൂന് വലിയ താല്പര്യമൊന്നുമില്ല. അല്ല, അപ്പം നിനക്ക് പിന്നെ എന്തിൽ പൈസ ചിലവാക്കാനാ താല്പര്യം? എനിക്ക് ട്രാവലിന് പൈസ ചിലവാക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആഗ്രഹത്തിന് ഒരു 2-3 ഡിഷ് കഴിക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടെന്ന്. അതുകൊണ്ടാണ് എൻ്റെ ശരീരവും ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഇനി ഫുഡ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട്. ഇത് സ്റ്റീം റൈസ്, ചിക്കൻ കറാഗെ. താങ്ക് യു. കീപ് ഹിയർ. താങ്ക് യു സോ മച്ച്. ഭക്ഷണം ഒന്നും കുഞ്ഞു ഭക്ഷണം എത്തി. അമ്മ പറയുന്നത് ദിനകാലം വേദം വീട്ടിലിരുന്ന് യൂട്യൂബ് കാണുന്നതായിരുന്നു. കുഞ്ഞു എന്നാ എന്നെ നോ സ്ക്രീൻ ടൈം എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഒരു രക്ഷയില്ല. നീ എടുത്ത ചലഞ്ചല്ലേ, നീ തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. നീ ഒന്ന് ചോറ് കഴിച്ച് കാണട്ടെ. നീ ചോറ് കഴിക്കുന്ന കാണട്ടെ. മിക്കവാറും ഞാൻ കൈ വെച്ച് ഉരുട്ടി ഉരുട്ടി തിന്നേണ്ടി വരും. കുഞ്ഞു നീ എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് പഠിച്ച്? ഇനി ഞാൻ ട്രൈ ചെയ്യട്ടെട്ടാ. Yes. Yeah, please. She might knock it off the table. ആദ്യം ഈ നമ്മളെ വായിൽ മൂക്കെ ആദ്യം ഈ സാധനം ഇതിന്റെ ഇടയിൽ നമ്മളുടെ ഈ മിഡിൽ ഫിംഗർ വെക്കുക. ഇതിന്റെ ഇടയിൽ മിഡിൽ ഫിംഗർ വെക്കുക. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല.
എന്നിട്ട് ഇതാ ഈ വിരലോണ്ട് നമ്മൾ പിഞ്ച് ചെയ്യുന്ന വിരലോണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യാം. സോറി, അയ്യോ കണ്ടില്ല. ആ ഇതിങ്ങനെ മൂവ് ചെയ്യും. യെസ് യു കൻ ഡു ഇറ്റ്, കം ഓൺ. പറ്റും. ഇതിങ്ങനെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ നടുവത്തെ വിരല്, ഞാനും മറന്നുപോയി. നടുവത്തെ വിരല് ഇതിങ്ങനെ അനക്കാം. ഈ വിരലോണ്ട് വേണം മൂവ് ചെയ്യാൻ. ഇത് സ്റ്റില്ലായിരിക്കണം. താഴത്തെ സ്റ്റിക്ക് സ്റ്റില്ലായിരിക്കണം. ഈ മേലത്തെ സ്റ്റിക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. എന്നിട്ട് ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യാം. അതന്നെ അതന്നെ. ഇനി അമ്മു അടുത്ത കടമ്പയിലേക്ക് കിടക്കാൻ പോവാ. കടമ്പയോ കടമ്പാന്നാണോ? കടമ്പ. ഓ ഫുള്ളായിട്ടോ കുഞ്ഞു, ഫുള്ളായിട്ടോ, ഫുൾ 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 ഫുൾ. എന്താ? ഓ ഓ കൊതിയാണ് എനിക്ക് അങ്ങനെ ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിക്കാൻ. ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ. എങ്ങനെയാണോ? രണ്ട് സൈഡ് ഇങ്ങനെ എടുക്കുക. അങ്ങനെയല്ല, എന്തായാലും സാധനമായ കയറിയില്ല. ഇങ്ങനെയുണ്ട്. സൂപ്പർ അല്ലേ? യമ്മി അല്ലേ? ഗൈസ് ദേ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. ഇത് കറി കാട്സു അല്ലേ? ഇതാണ് കറി കാട്സു. ആ ഗ്ലാസ്സിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ സോസാന്ന് തോന്നുന്നു. ഇത് ചോറിന്റെ കൂടെ കറിയായിട്ട് കഴിക്കുന്നതാന്ന്. ഓ അത് അങ്ങനെ ഒഴിക്കാൻ ശരി. അല്ല ഞാൻ ചോറിൽ കറിയായിട്ട് ഉപയോഗിക്കാനാണ്. നൈസ്. മിറായ സ്റ്റിൽ ബിസി അല്ലേ മിറായ? എവിടെ? ഈ സ്പൂണും ഫോർക്കും നിനക്കാന്ന് തോന്നുന്നു. നീ കിടന്ന് പെടയുന്നത് പാവം തോന്നിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നീ ഈ ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് ആ കാട്സും കറിയും റൈസും കഴിക്കുന്നത് എനിക്ക് കാണണം. എനിക്ക് സ്പൂൺ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഞാൻ ഓർഡർ ചെയ്യാൻ പോവാ. അമ്മു ചാലഞ്ച് ആയിട്ട് എടുക്കാൻ പോവാ. അമ്മു കറി കാട്സും റൈസും ചോപ്പ് സ്റ്റിക്സ് വെച്ച് കഴിക്കാൻ പോവാ. ആ സ്പൂൺ വെച്ച് കഴിക്കാൻ പോവാ. റൈസ് എടുക്ക. എന്തായാലും നമുക്ക് കാണാം അമ്മുവിന് പറ്റുമോ ഇല്ലേന്ന്. അമ്മുവിനെ കൊണ്ട് സാധിക്കുന്ന എനിക്ക് തോന്നണേ. അമ്മു പ്രോ ആന്ന് തോന്നുന്നു. ഓ എന്റെ മോനെ. ഓ കുഞ്ഞു നിന്നെ ഞാൻ സമ്മതിച്ചു. എനിക്കൊരു ജാപ്പനീസ് ഹെറിറ്റേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അമ്മു എല്ലാം കഴിക്കണ്ടേ? എന്റെ അവസ്ഥ ഉണ്ടോ? ഒരു പിടി ചോറായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഗൈസ് ചെറുതായിട്ടൊന്ന് പണി പാളി. ഇനി അങ്ങോട്ടേക്കുള്ള 1 മിനിറ്റിന് ഓഡിയോ ഉണ്ടാവില്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി. പുതിയൊരു വ്ളോഗറിൻ്റെ ചെറിയ ചെറിയ പിഴവുകളായിട്ട് നിങ്ങൾ കാണണം. എന്തായാലും ഞാൻ മാക്സിമം ഇത് വോയിസ് ഓവർ ത്രൂ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, ആദ്യത്തെ കുറച്ച് ഭാഗത്തിൽ ഞാൻ അമ്മുവിൻ്റെ അടുത്ത് അമ്മുവിൻ്റെ ഫുഡ് കഴിച്ചതിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ചോദിച്ചാൽ, അമ്മുവിനും ആയിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടമായി. അതുകഴിഞ്ഞിട്ട് ഞാൻ അമ്മുവിനോട് ചോദിക്കണ്ടായി, ഇതൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ, ഒരു ഫാമിലി ആയിട്ട് ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ എന്ന്. അത് ചോദിച്ച പാടെ എനിക്ക് മനസ്സിലായി, അമ്മുവിന് മനസ്സിലായി. ഇതങ്ങനെ ഫാമിലി ആയിട്ട് കൊണ്ടുവരുന്നേക്കാളും ഭേദം കൊണ്ടുവരാം, പക്ഷെ അതിനേക്കാളും എൻജോയബിൾ നമ്മൾ ഒരു ഡേറ്റ് നൈറ്റിനോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ മച്ച് സൂട്ടഡ്. നമുക്ക് ഭയങ്കരമായിട്ട് അവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതാണല്ലോ ഇനി ജപ്പാനിൽ കിട്ടാൻ നമ്മൾ ഇത് എനിക്ക് തോന്നുന്നത് പ്രോപ്പർ ജാപ്പനീസ് ആയിരുന്നു, റിയലി ഒത്തൻറ്റിക് ആയിരുന്നു. ഞാൻ ശരിക്കും അമ്മുവിനെ ഇവിടെ അമ്മുവിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്, പക്ഷേ
ഈ വർഷം ബോത്ത് ഓഫ് അസ് ആർ ടേണിംഗ് 30. അപ്പോൾ അത് വലിയൊരു മൈൽ സ്റ്റോൺ ആണല്ലോ. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇന്ന് പാപ്പിക്കാട്സുലേക്ക് വരാമെന്ന് പ്ലാൻ ചെയ്തു. എന്തായാലും ഇറ്റ് വാസ് എ വെരി എൻജോയബിൾ എക്സ്പീരിയൻസ്. അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. നിങ്ങൾ കണ്ട പോലെ തന്നെ അവർ നമ്മൾ പോകുന്ന നേരത്ത് മിറായിക്ക് ഒരു പേപ്പർ ഫാനൊക്കെ കൊടുത്തു. അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. നമ്മൾ സെർവ് ചെയ്ത ലേഡീസ് ആണെങ്കിലും അവർ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. സോ ഈ വീഡിയോ ഞാൻ തുടങ്ങിയത് ചോപ്സ്റ്റിക്സിനെ പറ്റി പറഞ്ഞിട്ടാ. ചോപ്സ്റ്റിക്സിൽ ഞാൻ വീണ്ടും പരാജയം തന്നെ പെട്ടു. അമ്മു അവിടെയും ജയിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു ഫാമിലി വ്ളോഗായിട്ട് വരുന്നവരിക്കും. Thank you guys for watching. See ya. Good night.